നമസ്കാരം, ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം. പി.സി. ജോർജിനെ നമുക്കറിയാം. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ എത്ര കേസുകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ലാത്ത സ്ഥിതിയാണുള്ളത്. കാരണം മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഭാഷയും ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു നേതാവായി പി.സി. ജോർജ് മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ബി.ജെ.പി. നേതാവായപ്പോൾ അത് കുറച്ചുകൂടി കാഠിന്യത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമായ രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ തൊടുപുഴയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തൊടുപുഴ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. തൊടുപുഴ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം പ്രസംഗിച്ചത് ഈരാറ്റുപേട്ടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ചില മതവാദികൾ, അതായത് മുസ്ലിം മതത്തിൽപ്പെട്ട ചില ആളുകൾ പാകിസ്ഥാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിക്കറ്റുകൾ നഷ്ടമാവുമ്പോൾ അതിൽ സന്തോഷിച്ച് തക്ബീർ ധ്വനികൾ മുഴക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും ഈ പ്രസംഗത്തിൽ ഇപ്പോൾ വിദ്വേഷ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പരാതി നൽകുകയും ഇതേ തുടർന്നാണ് ഇപ്പോൾ പി.സി. ജോർജിനെതിരെ വീണ്ടും ഒരു കേസെടുക്കാൻ കോടതി തീരുമാനിച്ചു, അല്ലെങ്കിൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പല കേസുകളിലും ഉൾപ്പെട്ട് കോടതി കഴിഞ്ഞ് കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ പോയ ആളാണ് നമ്മുടെ പി.സി. ജോർജ്. ഇനിയെങ്കിലും പി.സി. ജോർജ് ഇത്തരത്തിലുള്ള പ്രസംഗം പരസ്യമായി നടത്തുന്നത് നിർത്തും, അല്ലെങ്കിൽ രഹസ്യമായി അവരുടെ പാർട്ടി വേദികളിൽ നടത്തുന്നത് പോലെയല്ല ഇത്തരത്തിലൊരു മൈക്ക് കെട്ടിവെച്ച് ഒരു മതവിഭാഗത്തെ ഇത്തരത്തിൽ ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. അവർക്കിടയിൽ അവരെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് മാത്രം പറയുക, അല്ലെങ്കിൽ ആ ഒരു സംഘടനയെക്കുറിച്ച് മാത്രം പറയുക. അടച്ചാക്ഷേപിക്കുന്നത് ഒരു മതസമൂഹത്തെയും അത്തരത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല.